റേറ്റിംഗ് എപ്പോഴും 5 സ്റ്റാർ ആയിട്ട് നിലനിർത്തുന്നത്? ഇപ്പോൾ നമ്മുടെ റേറ്റിംഗ് ഇപ്പോൾ കൗൺസിൽ നമ്മളൊരു ചെക്കിങ്ങിന് വരുവാണെങ്കിൽ നമ്മുടെ റേറ്റിംഗ് 5 സ്റ്റാർ ആണെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് സേഫ്റ്റി, നമ്മുടെ ഫുഡിൻ്റെ സ്റ്റോറേജിൻ്റെ സേഫ്റ്റി, നമ്മുടെ ഫ്രിഡ്ജ് ഫ്രീസർ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, നമ്മളെങ്ങനെയാണ് ഡെലിവറി, നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ കുക്കിംഗ് മെത്തേഡ്സ് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് നമ്മൾ ബ്ലാസ്റ്റ് ചില്ലിങ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സാധനം കുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ കുറച്ച് ഫ്രിഡ്ജിൽ. കാരണം ഇതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട് ഈ നാട്ടിൽ. ഫുഡ് റേറ്റിംഗ് താഴെപ്പോലെ ഇൻ സിമ്പിൾ മീൻസിൽ ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ കൗൺസിൽ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഫുഡ് കൺസ്യൂം ചെയ്യാൻ സേഫ് അല്ല, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാം, ജീവന് തന്നെ ആപത്താകാം. അതുകൊണ്ട് ഈ ഹോൾ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോൾ ഓർഗനൈസേഷൻ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പം അവിടെയാണ് സേഫ് ഇൻഡിൽ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സേഫ് ആപ്പുകളുടെ സവിശേഷതകൾ നമുക്ക് വരുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് ഓണറിനെ ജയിലിൽ അടച്ചൊരു സംഭവമുണ്ട്. ബട്ടർ ചിക്കൻ കഴിച്ചിട്ട് ആൾക്ക് അലർജി ഇൻഫ്യൂസ് ആയിട്ട് ആൾ മരിച്ചുപോയി. കാരണം അതിനകത്തിൽ കാഷ്യൂനട്ട് പകരം പീനട്ടാണ് അതിൽ ചേർത്തത്. പക്ഷേ ഇത് പീനട്ടാണ് ചേർത്തത് സ്റ്റാഫിന് അറിയത്തില്ല. അപ്പോൾ പീനട്ട് അലർജി ഉള്ള ഒരാൾ ആ ബട്ടർ ചിക്കൻ കഴിച്ചപ്പോൾ ആൾ മരിച്ചുപോയി. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ സേഫ് ഇൻഡിൽ പോലുള്ള ആപ്പിൻ്റെ സഹായം നമ്മൾ കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് ഇച്ചിരി ഏറ്റവും മോണിറ്റർ ചെയ്യാൻ പറ്റും. മോണിറ്റർ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ടീമിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട്. ഇപ്പം പെട്ടെന്ന് സേഫ് ഇൻഡിലെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ടീമിനെ മോണിറ്റർഡാണ്, ടീം ട്രെയിനാണ്. അപ്പോൾ പെട്ടെന്നൊരു പേപ്പറുകൾക്ക് എടുത്ത് വെച്ച് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് എപ്പോൾ വേണമല്ലോ, ഇപ്പം പെട്ടെന്ന് അലർജി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ ഓടിപ്പോയി ഓഫീസിൽ നിന്നിട്ട് എന്തൊക്കെ അലർജൻസ് ഉണ്ട്, ഏതൊക്കെയാണ് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല എപ്പോഴും, അല്ലെങ്കിൽ എൻ്റെ ഹെഡ് ഷോപ്പ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസി ആയിരിക്കും. അപ്പം നോർമൽ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ സേഫ് ഇൻഡിൽ ആപ്പ് എടുത്ത് അവർക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പുകലും ഫോൺ കിടക്കാണ്. അറ്റ്ലീസ്റ്റ് അവർക്ക് കാര്യങ്ങളുടെ ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടാൻ പറ്റും. അപ്പം ഈ ഒരു ഇച്ചിരി ട്രെയിനിങ്ങിന് ഈ മെറ്റീരിയൽസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഡെഫിനറ്റ്ലി യെസ്. കാരണം എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ 6 മാസത്തെ എൻ്റെ ലോഗ് ബുക്കാണ് സേഫ് ഇൻഡിൽ വരുന്നതിന് മുമ്പ്. കാരണം ഇത്രയും സാധനങ്ങൾ നമ്മൾ 3 മാസം കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ അതൊന്നുമില്ല, എല്ലാം എൻ്റെ ഡാഷ്ബോർഡിലാണ്. അപ്പം എനിക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് കൊണ്ടു നടക്കാം, എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് നോക്കാം. അപ്പം എൻ്റെ കൺസേൺ ഇതാണ്, ലൈഫ് ഫ്രീ ആക്കുക, ലൈഫ് ഈസി ആക്കുക. ഇപ്പം നാളെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പുകളായിട്ട് ആഡ് ആകുമ്പോൾ 10-15 റെസ്റ്റോറൻറ്റുകളാകുമ്പോൾ ഞാനിങ്ങനെ ഈ 15 റെസ്റ്റോറൻറ്റ് പേപ്പർ വർക്ക് പോയി എവിടെ ചെന്ന് നോക്കാൻ. അപ്പോൾ എനിക്ക് എവിടെ നിന്നാലും ഈ സാധനങ്ങൾ നോക്കാം. അപ്പം ഒരു സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടുത്തെ ഹെഡ് ഷെഫിനെ വിളിച്ചിട്ട് എനിക്ക് കാര്യം ചെയ്യും, എന്തുകൊണ്ട് ഇതെന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഐ ക്യാൻ ആസ്ക് ദം. അപ്പോൾ ഷെഫുമാരുടെ ജീവിതം സേഫ് ഇൻഡിൽ കുറച്ച് ഫ്രീ ആക്കണം എന്നാണ് പറയുന്നത്. ആക്ച്വലി അവർ ഈസി ആക്കാണ്.